Dear students, we are going to study about stack. Stack is a linear data structure in which insertion and deletion of an element can be performed only at one end of the stack called top. സ്റ്റാക്ക് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ഒരു എലമെൻ്റ് ആഡ് ചെയ്യണമെങ്കിലും ഒരു എലമെൻ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിലും ടോപ്പ് പൊസിഷനിൽ മാത്രമേ പറ്റുകയുള്ളൂ. നമ്മുടെ വീടുകളിൽ പ്ലേറ്റ്സ് അടുക്കി വച്ചിരിക്കുന്ന സിനാരിയോ ഓർത്തു നോക്കൂ. പുതിയതായി ഒരു പ്ലേറ്റ് വയ്ക്കണമെങ്കിലും അടുക്കി വെച്ചതിൽ നിന്ന് ഒരു പ്ലേറ്റ് എടുക്കണമെങ്കിലും മുകളിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലേ കുട്ടികളെ? അതുകൊണ്ട് സ്റ്റാക്ക് ലിഫോ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അവസാനം വെച്ചത് ആദ്യം എടുക്കുന്നു. സ്റ്റാക്കിനകത്ത് പെർഫോം ചെയ്യാൻ കഴിയുന്ന വിവിധ ഓപ്പറേഷനുകളാണ് പുഷ്, പോപ്പ്, ട്രാവേഴ്സ്. പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസേർട്ടിങ് ആൻ എലമെൻറ്റ് ഇൻ ടു ദി സ്റ്റാക്ക് ഈസ് കോൾഡ് പുഷ്. Deleting or removing an element from the stack is called pop. Next, traverse. Traverse is an operation in which all the elements are visited in the stack. സ്റ്റാക്കിലെ എല്ലാ എലമെൻസിനെയും വിസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാവേഴ്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേയിങ് കണ്ടന്റ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് പറയുന്നത്. This is the pictorial representation of a stack. See in this image there is a pointer called top. ഈ ടോപ്പ് പൊസിഷനിലാണ് പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും പെർഫോം ചെയ്യുന്നത്. പുഷ് എന്നാൽ ഇൻസേർട്ടിങ് ആൻ എലമെൻറ്റ് ഇൻ ടു ദി സ്റ്റാക്ക്. പോപ്പ് എന്നാൽ റിമൂവിങ് ആൻ എലമെൻറ്റ് ഫ്രം ദ സ്റ്റാക്ക്. Both the operations are performed only at one end called top. ഇനീഷ്യലി സ്റ്റാക്കിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടോപ്പ് ഈക്വൽ ടു -1, അതായത് സ്റ്റാക്കിനകത്ത് ഒരു എലമെൻറ്റ് പോലും ഇല്ല എങ്കിൽ ടോപ്പിനെ നമ്മൾ -1 ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇനി സ്റ്റാക്ക് അറേ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാക്കിൻ്റെ സൈസ് നമുക്ക് ഒരു നമ്പർ സെറ്റ് ചെയ്യണം. സ്റ്റാക്ക് സൈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. എന്നിൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിലും ആകാം. എക്സാമ്പിൾ n ഈക്വൽ ടു 6. നമ്മൾ പറയുന്ന എക്സാമ്പിളിൽ എന്നിൻ്റെ വാല്യൂ 6 ആണ്. ഓക്കെ, we are going to push an element into the stack. So this is the initial condition. Top is pointing to -1. ടോപ്പ് -1നെ പോയിൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം സ്റ്റാക്കിനകത്ത് ഒന്നുമില്ല എന്നാണ്. പുഷ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? പുഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം സ്റ്റാക്കിനകത്ത് സ്ഥലമുണ്ടോ ഇല്ലയോ എന്ന്. സ്റ്റാക്ക് ഫുള്ളാണെങ്കിൽ നമുക്ക് എലമെൻസിനെ പുഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ചെക്ക് ഇഫ് സ്റ്റാക്ക് ഈസ് ഫുൾ. If as display stack overflow. സ്റ്റാക്ക് ഫുള്ളല്ല എങ്കിൽ ഇൻക്രിമെൻറ്റ് ടോപ്പ് ബൈ 1. ടോപ്പിനെ ആദ്യം ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, എന്നിട്ട് ആ പൊസിഷനിലേക്ക് ഒരു എലമെൻറ്റിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇതാണ് പുഷ് ഓപ്പറേഷൻ്റെ സ്റ്റെപ്സ്. പുഷിങ് ആൻ എലമെൻറ്റ് 10 into the stack. ടോപ്പ് ആദ്യം -1ൽ നിന്ന് 0 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു, അതിനുശേഷം എലമെൻറ്റിനെ പുഷ് ചെയ്തു. ഇനി വേറൊരു എലമെൻറ്റിനെ നമുക്ക് പുഷ് ചെയ്യണം. പുഷ് എലമെൻറ്റ് 20. വാട്ട് വിൽ വി ഡു? വി വിൽ ഇൻക്രിമെൻറ്റ് ദ ടോപ്പ് ടു 1. ടോപ്പ് ആദ്യം 1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു, അതിനുശേഷം ആ എലമെൻറ്റ് 20നെ പുഷ് ചെയ്തു. ഇനി ഒരു എലമെൻറ്റ് 30നെ പുഷ് ചെയ്യണം. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ടോപ്പ് ഇൻക്രിമെൻറ്റ് ബൈ 1, അതിനുശേഷം പുഷ് എലമെൻറ്റ് 30. ഓക്കെ, this is what we have done in this. Top is incremented by 1 and the element is pushed. നെക്സ്റ്റ്, ഒരു എലമെൻറ്റിനെ പുഷ് ചെയ്യണമെങ്കിൽ ടോപ്പ് ആദ്യം ഇൻക്രിമെൻറ്റ് ചെയ്തു,
എന്നിട്ട് എലമെൻറ്റിനെ പുഷ് ചെയ്തു. നെക്സ്റ്റ് ഒരു എലമെൻറ്റിനെ പുഷ് ചെയ്യണമെങ്കിൽ ടോപ്പ് ഇൻക്രിമെൻറ്റഡ് ടു 4 ആൻഡ് ദ എലമെൻറ്റ് ഈസ് പുഷ്ഡ്. To push an element 60, we need to increment the top by 1 and then push the element 60. Now in order to push an element 70, what we have to do, we have to increment top by 1. Oops, what is the problem? Stack overflow. What is meant by stack overflow? സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിനകത്ത് ഇനി പുഷ് ചെയ്യാനായിട്ട് പുഷ് ചെയ്യാനായിട്ട് സ്പേസ് ഒന്നുമില്ല എങ്കിൽ ആ കണ്ടീഷനെയാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോയിനെ എങ്ങനെ കണ്ടുപിടിക്കാം? സ്റ്റാക്ക് ഫുള്ളാണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേണ്ടിയിട്ട് ചെക്ക് ഇഫ് ടോപ്പ് ഈക്വൽ ടു സ്റ്റാക്ക് സൈസ് -1. ടോപ്പ് നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിളിൽ ടോപ്പ് ഈക്വൽ ടു 5 ആയിരുന്നു, സ്റ്റാക്ക് സൈസ് എത്രയായിരുന്നു? 6 ആയിരുന്നു. അപ്പം സ്റ്റാക്ക് സൈസ് -1 എന്ന് പറയുന്നത് 5 ആണ്, ടോപ്പും 5 ആണ്. അപ്പോൾ ടോപ്പ് ഈക്വൽ ടു സ്റ്റാക്ക് സൈസ് ആയി. അപ്പോൾ അതിനർത്ഥം സ്റ്റാക്ക് ഫുള്ള്. അപ്പോൾ സ്റ്റാക്ക് ഫുള്ളാണെന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഇഫ് ടോപ്പ് ഈക്വൽ ടു സ്റ്റാക്ക് സൈസ് -1 ആണെങ്കിൽ അതിനർത്ഥം സ്റ്റാക്ക് ഫുള്ളായി. ഇനി പോപ്പ്. വാട്ട് ഈസ് മെൻ ബൈ പോപ്പ്? പോപ്പ് ഈസ് റിമൂവിങ് ആൻ എലമെൻറ്റ് ഫ്രം ദ സ്റ്റാക്ക് ഈസ് കോൾഡ് പോപ്പ്. പോപ്പ് ചെയ്യുന്നതിന് ഫസ്റ്റ് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? സ്റ്റാക്കിനകത്ത് ഒരു എലമെൻറ്റ് പോലും ഇല്ല എങ്കിൽ നമുക്ക് പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഫസ്റ്റ് വി നീഡ് ടു ചെക്ക് വെദർ ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി ഓർ നോട്ട്. ഇഫ് ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി, then display as stack is empty or stack underflow. Else what we have to do? We have to pop the element from the stack and we have to decrement the top by 1. അതായത് പോപ്പ് സ്റ്റാക്ക് എംപ്റ്റി അല്ല എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പോപ്പ് ചെയ്യേണ്ട എലമെൻറ്റിനെ എടുത്ത് പുറത്തേക്ക് ഇടുക, അതിനുശേഷം ടോപ്പിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക. പോപ്പ് എലമെൻറ്റ് 60 ഫ്രം ദി സ്റ്റാക്ക്. നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? ആദ്യ എലമെൻറ്റിനെ പോപ്പ് ചെയ്യുക, അതിനുശേഷം ടോപ്പിനെ ഡിക്രിമെൻറ്റ് ചെയ്യുക. പോപ്പ് എലമെൻറ്റ് 50 ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം 50നെ പോപ്പ് ചെയ്യുക, ദെൻ ഡിക്രിമെൻറ്റ് ടോപ്പ് ബൈ 1. ടോപ്പ് 3 ആയി. Now pop element 40. What we have to do? We have to pop the element 40, then decrement top by 1. Top ഇപ്പോൾ എത്രയായി? 2 ആയി. ഇനി പോപ്പ് എലമെൻറ്റ് 30. 30നെ പോപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? We have to pop the element 30, then decrement top by 1. Next pop element 20. 20 ചെയ്യാനായിട്ട് pop the element 20 and decrement top by 1. Now എന്താണ് കണ്ടീഷൻ? ടോപ്പ് ഈക്വൽ ടു 0. 0th പൊസിഷനിൽ 10 എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ട്. ഇനി 10നെ പോപ്പ് ചെയ്യണം. 10നെ പോപ്പ് ചെയ്യാനായിട്ട് പോപ്പ് എലമെൻറ്റ് 10, ദെൻ ഡിക്രിമെൻറ്റ് ടോപ്പ് ബൈ 1. അപ്പോൾ ടോപ്പിൻ്റെ വാല്യൂ എത്രയാണ്? ടോപ്പ് ഈക്വൽ ടു -1. ഓക്കെ, ടോപ്പ് -1 ആയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റാക്ക് ഈസ് എംപ്റ്റി ഓർ സ്റ്റാക്ക് അണ്ടർ ഫ്ലോ. അപ്പോൾ സ്റ്റാക്ക് എംപ്റ്റി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ടോപ്പ് ഈക്വൽ ടു -1 ആയാൽ അതിനർത്ഥം സ്റ്റാക്ക് ഈസ് എംപ്റ്റി. Then next operation is traverse. What is meant by traverse? Visiting all the elements of the stack is called traverse, or displaying the content of the stack is called traverse. To display the content of the stack, what we have to do? We have to set an iterator I as top. നമ്മൾ സ്റ്റാക്ക് പ്ലേറ്റ്സ് എല്ലാം അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്ലേറ്റ് അതിൽ നിന്ന്
ഓരോ പ്ലേറ്റും എടുക്കുന്നത് എവിടെ നിന്ന് മുതലാണ്? മുകളിൽ നിന്ന് മുതലാണ് പ്ലേറ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റാക്കിൻ്റെ കേസിലും. സ്റ്റാക്കിൽ നിന്ന് എലമെൻറ്റ്സ് എടുക്കുന്നത് മുകളിൽ നിന്നാണ്. അപ്പം ഐട്രേറ്റർ ഐനെ നമ്മൾ ടോപ്പായിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ടോപ്പിൽ നിന്നാണ് ഓരോ എലമെൻറ്റിനെയും ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ആദ്യം ടോപ്പിനെ ഡിസ്പ്ലേ ചെയ്തു, അതിനുശേഷം ടോപ്പ് ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്തു. ഈ പ്രോസസ്സ് എവിടെ വരെ റിപ്പീറ്റ് ചെയ്യണം? അൺടിൽ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഐ ഏറ്റവും താഴെ എത്തുന്നത് വരെ ഈ എലമെൻറ്റിനെ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ നമുക്ക് സ്റ്റാക്കിലെ എല്ലാ എലമെൻറ്റ്സിനെയും ഡിസ്പ്ലേ ചെയ്യാം. നെക്സ്റ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക്. ഒരു സ്റ്റാക്ക് നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം? അറേ ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റാക്കിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. C++ പ്രോഗ്രാമിങ്ങിലാണ് നമ്മൾ സ്റ്റാക്കിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ക്ലാസ് ഉപയോഗിച്ചിട്ടാണ്, ക്ലാസ് വേണമല്ലോ, ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാക്കിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് ക്ലാസ് ആവശ്യമാണ്. ക്ലാസ്സിനകത്ത് 2 ടൈപ്പ് ഓഫ് മെമ്പേഴ്സാണുള്ളത്, ഡാറ്റ മെമ്പേഴ്സും മെമ്പർ ഫങ്ഷൻസും. ഡാറ്റ മെമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് മെമ്മറി ലൊക്കേഷൻസ് വേണം. പിന്നെ ആ മെമ്മറി ലൊക്കേഷൻസ്, എത്ര മെമ്മറി ലൊക്കേഷൻസ് വേണം? ദാറ്റ് ഈസ് സൈസ് ഓഫ് ദ സ്റ്റാക്ക് എത്രയാണെന്ന് അറിയണം. പിന്നെ സ്റ്റാക്കിൻ്റെ ടോപ്പിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിൻ്റർ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും ഡാറ്റ മെമ്പേഴ്സാണ് ക്ലാസ്സിനകത്തുള്ളത്. സ്റ്റാക്ക്, ടോപ്പ്, സ്റ്റാക്ക് സൈസ്. ഇനി മെമ്പർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മെമ്പർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ വി നീഡ് എ കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ എന്താണ്? കൺസ്ട്രക്ടർ ഈസ് യൂസ്ഡ് ടു ഇനീഷ്യലൈസ് ദ ഡാറ്റ മെമ്പേഴ്സ് ഓഫ് ദ ക്ലാസ്. അതായത് സ്റ്റാക്ക്, ടോപ്പ്, സ്റ്റാക്ക് സൈസ്, ഈ ഡാറ്റ മെമ്പേഴ്സിനൊക്കെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നത്. കൺസ്ട്രക്ടറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി റിട്ടേൺ ടൈപ്പ്. ഇറ്റ് ഹാസ് ദ സെയിം നെയിം ആസ് ദാറ്റ് ഓഫ് ദി ക്ലാസ്. ഓക്കെ, ദെൻ പുഷ്. Why push is used to input a number into the stack. Push operation is used. Then pop member function. Pop member function എന്താണ്? എലമെൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്പർ ഫങ്ഷൻ ആണത്. ദെൻ വ്യൂ സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു മെമ്പർ ഫങ്ഷൻ ഉണ്ട്. അത് സ്റ്റാക്കിലെ എലമെൻറ്റ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. isEmpty function checks whether the stack is empty or not. Full member function checks whether the stack is full or not. ഓക്കെ, അപ്പോൾ സ്റ്റാക്കിനെ ഡിഫൈൻ ചെയ്യുന്ന ക്ലാസ്സാണിത്. ആ ക്ലാസ്സിനകത്തെ ഡാറ്റ ആൻഡ് മെമ്പർ ഫങ്ഷൻസിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ദെൻ ക്ലാസ് ഡെഫിനിഷൻ എങ്ങനെയായിരിക്കും? ഹൗ വിൽ വി ഡിഫൈൻ ദ ക്ലാസ്? സ്റ്റാക്ക് ADT, നമ്മുടെ ക്ലാസ്സിൻ്റെ പേരാണ് സ്റ്റാക്ക് ADT. പ്രൈവറ്റ് മെമ്പേഴ്സായിട്ട് ഡാറ്റ മെമ്പേഴ്സിനെ കൊടുക്കാം. സ്റ്റാക്ക് സൈസ്, ടോപ്പ്, പിന്നെ സ്റ്റാക്ക് എന്ന് പറഞ്ഞ അറേ. എന്താണ് T നമ്മൾ യൂസ് ചെയ്തത്? വി ആർ യൂസിങ് ജനറിക് അറേ. സോ വി ആർ യൂസിങ് ടെംപ്ലേറ്റ്സ് ഹിയർ. ടെംപ്ലേറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ടെംപ്ലേറ്റ്സ് നമ്മുടെ പ്രോഗ്രാമിനെ കൂടുതൽ ജനറിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നത്. സോ വി ആർ യൂസിങ് ജനറിക് അറേ. ദെൻ പബ്ലിക്. In public section we are declaring the member functions. Member functions are stack ADT of int size. This is the constructor. Stack ADT is the constructor. See, stack ADT is the same name of the class. ക്ലാസ്സിൻ്റെ പേര് തന്നെയാണ് സ്റ്റാക്ക് ADT. കൺസ്ട്രക്ടറിൻ്റെ പേര് നോക്കുക, സ്റ്റാക്ക് ADT. അതിനൊരു റിട്ടേൺ ടൈപ്പ് ഇല്ല എന്നുള്ള കാര്യവും നോട്ടീസ് ചെയ്യുക. ഇൻറ്റ് isEmpty.
int is full void push t data. void push t data എന്ന് പറഞ്ഞാൽ ആ ഡാറ്റയാണ് നമ്മൾ പുഷ് ചെയ്യുന്നത് സ്റ്റാക്കിലേക്ക്. ഇനി ടി പോപ്പ് എന്ന് പറഞ്ഞാൽ പോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? എലമെൻറ്റിനെ പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷനാണ് പോപ്പ്. അപ്പോൾ പോപ്പ് ചെയ്ത എലമെൻറ്റ് ഏതാണെന്ന് നമുക്ക് കാണണം. അതിന് വേണ്ടിയിട്ടാണ് റിട്ടേൺ ടൈപ്പ് ടി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോപ്പ് ചെയ്യുന്ന എലമെൻറ്റിൻ്റെ ടൈപ്പ് ഇൻറ്റീജർ ആവാം, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആവാം, ഡബിൾ ആവാം, അത് എന്ത് വേണമെങ്കിലും ആവാം. അത് കാരണം കൊണ്ടാണ് റിട്ടേൺ ടൈപ്പ് ടി എന്ന് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫങ്ഷനാണ് വോയിഡ് ഷോ സ്റ്റാക്ക്. കൺസ്ട്രക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു ടു ഇനീഷ്യലൈസ് ദി ഡാറ്റ members of the stack. constructor is used. ഡാറ്റ മെമ്പേഴ്സ് ഒക്കെ ഏതൊക്കെയായിരുന്നു? സ്റ്റാക്ക് സൈസ്, സ്റ്റാക്ക് അറേ, ദെൻ ടോപ്പ് നമ്മൾ എത്രയായിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്? ടോപ്പ് ഈസ് ഇനീഷ്യലൈസ്ഡ് ടു -1. സ്റ്റാക്ക് സൈസ് ഈക്വൽ ടു സൈസ്. ഈ സൈസ് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ പ്രോഗ്രാമർ കൊടുക്കുന്ന റൺ ടൈമിൽ കൊടുക്കുന്ന സൈസാണ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാക്ക് ഈക്വൽ ടു ന്യൂ ടി സ്റ്റാക്ക് സൈസ്. അപ്പോൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് സ്റ്റാക്ക് സൈസ് മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പം സൈസ് നമ്മൾ 10 കൊടുക്കുന്നതെങ്കിൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് 10 മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ സ്റ്റാക്കിലേക്ക് അലോക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, isEmpty function checks whether the stack is empty or not. If stack is empty, this function will return 1. If stack is not empty, this function will return 0. stack empty ആണെങ്കിൽ stack empty ആണോ എന്ന് ഇങ്ങനെ നോക്കും. ടോപ്പ് ഈക്വൽ ടു -1. ടോപ്പ് ഈക്വൽ ടു -1 ആണെങ്കിൽ സ്റ്റാക്ക് എംറ്റി ആണെന്ന് കാണിക്കാൻ 1 റിട്ടേൺ ചെയ്യും, അല്ല എങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഈസ് ഫുൾ ഫങ്ഷൻ സ്റ്റാക്ക് ഫുൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് ഫുൾ ഫങ്ഷൻ. ടോപ്പ് ഈക്വൽ ടു സ്റ്റാക്ക് സൈസ് ആണെങ്കിൽ സ്റ്റാക്ക് സൈസ് -1 ആണെങ്കിൽ റിട്ടേൺ 1 അല്ലെങ്കിൽ റിട്ടേൺ 0. ദെൻ push data means inserting an element into the stack. ആ ഡാറ്റ എന്ന് പറഞ്ഞത് നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് പ്രോഗ്രാം റൺ ചെയ്യുന്ന ആൾ റൺ ടൈമിൽ കൊടുക്കുന്ന വാല്യൂ ആണ് ഡാറ്റയിൽ സ്റ്റോർ ആവുന്നത്. ആ ഡാറ്റയാണ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ പുഷ് ചെയ്യാനായിട്ട് ആദ്യം സ്റ്റാക്ക് ഫുള്ളാണോ എന്ന് നോക്കണം. സ്റ്റാക്ക് ഫുള്ളാണോ എന്ന് നോക്കാൻ ഈസ് ഫുൾ ഫങ്ഷനെ കോൾ ചെയ്താൽ മതി. സ്റ്റാക്ക് ഫുള്ളല്ല എങ്കിൽ ആദ്യം ടോപ്പിനെ ഇൻക്രിമെൻറ്റ് ചെയ്യണം, എന്നിട്ട് ആ പൊസിഷനിലേക്ക് ഡാറ്റേനെ പ്ലേസ് ചെയ്യണം. പോപ്പ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? പോപ്പ് ചെയ്യാനായിട്ട് ആദ്യം എലമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എലമെൻ്റ് ഇല്ല എങ്കിൽ സ്റ്റാക്ക് എംറ്റി ആണെന്ന് ഡിസ്പ്ലേ ചെയ്യണം, അല്ല എങ്കിൽ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്ന് എലമെൻറ്റിനെ പോപ്പ് ചെയ്യുക. ആ പോപ്പ് ചെയ്തതിന് ശേഷം ടോപ്പിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക. പോപ്പ് ചെയ്ത എലമെൻറ്റിനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിളാണ് പി ഡാറ്റ. ആ പി ഡാറ്റേനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് റിട്ടേൺ പി ഡാറ്റ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് എന്തിനാണ് വീണ്ടും റിട്ടേൺ ചെയ്യുന്നത്? ഇന്ന എലമെൻ്റാണ് പോപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് പോപ്പ് ചെയ്ത ഡാറ്റേനെ റിട്ടേൺ ചെയ്യുന്നത്. ദെൻ ഷോ സ്റ്റാക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഷോ സ്റ്റാക്ക് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദി കണ്ടൻറ് ഓഫ് ദ സ്റ്റാക്ക്. ആദ്യം ഷോ സ്റ്റാക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? സ്റ്റാക്ക് എംറ്റി ആണെങ്കിൽ കണ്ടൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആദ്യം സ്റ്റാക്ക് എംറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുക.
എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈസ് എം ടി ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഇനി എം ടി അല്ല എങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ടോപ്പിൽ നിന്ന് 0 വരെ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പം ഐട്രേറ്റർ ടോപ്പായിട്ട് ഇനീഷ്യലൈസ് ചെയ്യുക. ഐട്രേറ്റർ എവിടെ വരെ പോകണം? ഏറ്റവും താഴെ, അതായത് 0 വരെ പോകണം. എന്നിട്ട് ഐട്രേറ്റർ സ്റ്റാക്ക് ഓഫ് ഐനെ പ്രിൻ്റ് ചെയ്തു, അതായത് ഒരു എലമെൻറ്റിനെ പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം ആ ഐ എന്ന് പറയുന്ന ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്തു. അതിനുശേഷം പിന്നെയും സ്റ്റാക്കിലെ കണ്ടൻറ്റിനെ ഡിസ്പ്ലേ ചെയ്തു. അതിനുശേഷം ഐ ഡിക്രിമെൻ്റ് ചെയ്തു. അങ്ങനെ സ്റ്റാക്കിൻ്റെ എൻഡ് വരെ പ്രിൻ്റ് ചെയ്തു. എല്ലാം ചെയ്തതിന് ശേഷം ഏറ്റവും മെയിൻ പാർട്ടായിട്ട് വരുന്നത് ക്രിയേറ്റിംഗ് ക്ലാസ് ഒബ്ജക്റ്റ്. ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്താലാണ് നമ്മൾ ഇത്രയും നേരം ചെയ്ത കാര്യത്തിന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. എങ്ങനെയാണ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ക്ലാസ് നെയിം സ്പേസ് ഓബ്ജക്റ്റ് നെയിം, അങ്ങനെയാണ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം കൊണ്ട് സ്റ്റാക്ക് ADT കഴിഞ്ഞിട്ട് ഏത് ടൈപ്പാണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ബ്രാക്കറ്റിനകത്ത് ഇൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. സ്റ്റാക്ക് ADT ഇൻറ്റ് ഒബ്ജക്റ്റ് ഓഫ് സൈസ്. ഇനി സൈസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മൾ റൺ ടൈമിൽ ആണ് സ്റ്റാക്കിൻ്റെ സൈസ് പറയുന്നത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റർ ദി സൈസ് ഓഫ് ദ സ്റ്റാക്ക്, നമ്മളാണ് ഡിറ്റർമിൻ ചെയ്യണത് സ്റ്റാക്കിൻ്റെ സൈസ് എത്രയാണെന്ന്. ഇപ്പോൾ 10 സൈസുള്ള സ്റ്റാക്കാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ 10 ഇവിടുന്ന് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഓഫ് സൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്ലാസ് നെയിം സ്പേസ് ഓബ്ജക്റ്റ് നെയിം സ്റ്റാക്ക് ADT സ്പേസ് ഓബ്ജക്റ്റ് ഓഫ് സൈസ് വെച്ച് നമുക്ക് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാക്ക് കംപ്ലീറ്റായി. എല്ലാ ഓപ്പറേഷൻസും നമുക്ക് പെർഫോം ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.